ശക്തമായ ഒരു ദൈവിക അനുഭവത്തിലൂടെ പ്രവാചക ദൗത്യം ആരംഭിച്ച യേശയ്യയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇമ്മാനുവൽ പ്രവചനങ്ങളിലൂടെ പ്രത്യാശ പരത്തിയ പ്രവാചകൻ. യേശയ്യയുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് ചോദിച്ചു, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ യേശയ്യ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. തൻ്റെ ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും ദൈവം അനേകം പേരെ തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ദൈവം പേര് ചൊല്ലി വിളിക്കും. അവരാണ് സമർപ്പിതർ. ഇത് ജെറമ്യായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിദൂരത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രത്യക്ഷനായി പറഞ്ഞു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തവും നിന്നോടുള്ള വിശ്വാസം അചഞ്ചലവുമാണ്. ദൈവവിളി സ്വീകരിച്ച ഓരോ വ്യക്തിക്കും പ്രവാചക ദൗത്യമുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടവരാണ്. ഉൾക്കാഴ്ചയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൻ്റെ ജീർണതയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവയ്ക്ക് നേരെ കണ്ണടയ്ക്കാതെ ദൈവത്തിൻ്റെ വക്താക്കളായി തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കണം. അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും മുങ്ങിക്കിടക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് ഇപ്പോഴത്തെ സുഖസൗകര്യങ്ങൾക്കപ്പുറം മറ്റൊരു വലിയ ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോഴത്തെ പ്രവാചകർക്ക് കഴിയട്ടെ. ഇനിയും അനേകം പ്രവാചക വിളികളും ശബ്ദങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് ഉയരട്ടെ.